Hey, y'all, come look at this. ഹൈ ജമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ കൂടിയാണ് ചാടേണ്ടത്, താഴെ കൂടിയല്ലെന്ന് ആരും പറഞ്ഞു കൊടുത്തില്ലേ? ബാക്കി വല്ലതും ഉണ്ടാവുമെങ്കിൽ ആലുവയിലെ ഇപ്പൊ അമ്പലത്തിൽ കയറുമ്പോ കുളിച്ചിട്ട് കയറണം എന്നൊക്കെ ആണല്ലോ, അതുകൊണ്ടായിരിക്കും. പല മോശന വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചിലതൊക്കെ കണ്ടിട്ടും ഉണ്ടാവും. പക്ഷെ എന്തായാലും ഇതുപോലൊരു ഐറ്റം എന്തായാലും അങ്ങനെ വല്ലാതെ കണ്ട് പരിചയം ഉണ്ടാവില്ല. കൂട്ടുപൊളിച്ച് കാഞ്ഞങ്ങാട്ടെ കടയിൽ കയറി കള്ളന്മാർ കൊണ്ടുപോയത് 1.5 ലക്ഷത്തോളം രൂപയുടെ ചോക്ലേറ്റ്. 20 വയസ്സിന് താഴെയുള്ള 3 യുവാക്കളുടെ മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. കള്ളന്മാർ അകത്തു കയറിയത് 47,430 രൂപയുടെ ചോക്ലേറ്റും മേശയിലുണ്ടായിരുന്ന 1,680 രൂപയും മോഷ്ടിച്ചു. അബ്ദുൽ ഖൈമിന്റെ ഉടമസ്ഥയിലുള്ള കടയിൽ കള്ളന്മാർ കയറിയത് പുലർച്ചെ. ബേക്കറി പലഹാരങ്ങൾ അടക്കം കടയിലുണ്ടായിട്ടും ചോക്ലേറ്റ് മാത്രം തെരഞ്ഞെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. മോഷണ ദൃശ്യങ്ങൾ സമീപത്തുള്ള തുണിക്കടയിലെ CCTVയിൽ പതിഞ്ഞു. 20 വയസ്സിന് താഴെ പ്രായമുള്ള 3 പേരാണ് മോഷണത്തിൽ പിന്നിൽ. നീല ജീൻസും ഇവനിടത്തുള്ള ഷർട്ട് ധരിച്ച യുവാവ് റോഡിൽ നിന്ന് നിരീക്ഷിക്കുന്നതും മറ്റു 2 പേർ ഷട്ടറിന്റെ കൂട്ട് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. സമയത്തെ ട്രാൻസ്ഫോമറിന്റെ മറവുള്ളതിനാൽ കൂട്ട് തകർക്കുന്നവരുടെ മുഖം വ്യക്തമായിട്ടില്ല. 2:50 2 പേർ അങ്ങോട്ടേക്ക് വടക്കു നിന്നും തെക്കോട്ട് നടക്കുകയും അതിനുശേഷം അവർക്ക് പിറകിലായിട്ട് ഈ പെട്രോൾ വണ്ടി, അതായത് പോലീസ് പെട്രോൾ വണ്ടി പോവുകയും അതും കഴിഞ്ഞിട്ടാണ് ഈ 3 പേര് തിരിച്ചിട്ട് വരുന്നത് പൊതുവെ കാണിച്ചു. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഈ സമയം തന്നെ തിരഞ്ഞെടുത്ത് കളവ് നടത്തുകയാണ് ഉണ്ടായത്. മുഖം മറക്കാതെ കവർച്ചയ്ക്കെത്തിയ ചോക്ലേറ്റ് പൈന്മാരെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺസ്റ്റബിൾ പോലീസ്. മറ്റു സ്ഥലങ്ങളിലെ CCTVകളിൽ നിന്ന് ഇവരുടെ ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. എന്റെ പൊന്നു മക്കളെ, ഒരു വാലന്റൈൻസ് ഡേ ഉണ്ടെന്ന് വിചാരിച്ച് എന്തൊക്കെയാ നിങ്ങൾ ഈ ചെയ്യുന്നേ? സമൂഹത്തിന്റെ ഒരു പോക്ക്. हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? गाना भी भूल गया मेरा. ഇവിടെ അവൻ എന്ത് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ചാടിക്കേറി വന്നത് എന്നറിയില്ല. എന്തായാലും ഇതാവാൻ വഴിയില്ല. ഈ സംഗീത ദൈവങ്ങളെല്ലാം അനുഗ്രഹിച്ച് കിട്ടിയ ഒരു അസുലഭ മുഹൂർത്തമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി കാണാൻ പോകുന്ന ഈ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണേ, പ്രത്യേകിച്ച് ആ തൊപ്പി വെച്ച സ്കൂട്ടർകാരൻ. അവൻ ചെയ്തതെല്ലാം ഒന്ന് നന്നായി ശ്രദ്ധിച്ച് കാണുക. Here I come. Oh, here I come. Oh. ഈയിടെയായിട്ട് കുറെ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പുകൾ പോയിരുന്നു. അപ്പൊ ഇവരും അങ്ങനെ ഒരു ട്രിപ്പ് വന്നതാണ്. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. A few moments later. അയ്യോ കളി 10 മിനിറ്റ് ആക്കണം, 5 മിനിറ്റ് കഴിഞ്ഞാൽ പാവങ്ങൾ, ഗുഡ്സ് വണ്ടികളൊന്നും ഇല്ലാത്ത ഏതോ നാട്ടിലെ പിള്ളേരാണെന്ന് തോന്നുന്നു. നിങ്ങൾ ജിമ്മിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ജിം മോട്ടിവേഷൻ വീഡിയോ ആണിത്. हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? भाइयों मेरे, और चाहे कुछ भी हो जाए, हमेशा भाई ही रहोगे. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും കിട്ടില്ല. ഇനി ഈ ചേട്ടത്തിന്റെ ആയ കാലത്ത് കളിച്ച ചില കളികളെ കുറിച്ച് പറയുകയാണ്. ക്രിക്കറ്റ് കളിയാണ്, വേറൊന്നുമല്ല. ആകെ പെരും ടൈറ്റ് കളി, ഒരു രക്ഷയില്ല കളിക്ക്. ഞാൻ ഈ ഗ്രീസിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന നേരം അതിന് ഒരു ബോളും ഉണ്ട്, 10 റണ്ണുമാണ്. പറ്റുള്ളൂ. ഞാനെന്താ ഈ കാലിന്റെ മുന്നിക്കണ്ട് വെച്ചിട്ട് സത്യം സച്ചിനാണ് നോക്കുന്ന അക്ക അടിയാ. 2 കട്ട മതി, ഒന്ന് 4 പോയി, ഒന്ന് 6 മതി.
ഇത് തള്ളൊന്നുമല്ലേ, സംഭവം സത്യമാണ്. ഈ വീഡിയോ ഒറിജിനലി പോസ്റ്റ് ചെയ്തതിന്റെ താഴെ കമന്റ് സെക്ഷനിൽ അന്ന് ബോർഡ് ചെയ്തിരുന്ന വ്യക്തി വന്ന് പറഞ്ഞത് സത്യമാണ്, സംഭവം ഉള്ളതാണെന്നൊക്കെ. അന്ന് ഇങ്ങനെ ഗ്രീസിൽ തിളങ്ങി നിന്നത് കാരണം പുള്ളിക്ക് എന്തോ കണ്ണ് കാണാൻ പറ്റിയില്ല, അങ്ങനെ ബോർഡ് പാളിപ്പോയതാണ്, അങ്ങനെ ഇങ്ങനെ 6-4 കൂട്ടിയടിച്ചു എന്നൊക്കെ പറയുന്നു. ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇനി അത്ര ഫോട്ടോജനിക് അല്ലാത്ത പിള്ളേർക്ക് കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, മുന്നിൽ നിൽക്കുന്നവളുടെ മുടിക്ക് അത്ര കണ്ട് നീളമില്ല, അതുകൊണ്ട് അവൾ കൈ പിടിച്ച് നിൽക്കുന്നത് പിന്നിൽ നിൽക്കുന്നവളുടെ മുടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോ എടുക്കണം, പക്ഷെ നിങ്ങൾക്ക് നീളൻ മുടിയില്ല, പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരിക്ക് നീളൻ മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. 4 പേര് കൂടി നിൽക്കുന്ന സദസ്സിലുള്ള സ്റ്റേജിൽ പോയി കയറാൻ പോലും പേരുള്ളവരായിരിക്കും നമ്മളിൽ പലരും, സ്വാഭാവികം. പക്ഷെ അത് ചിലരുടെ മാത്രം കേസാണ്. കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയിൽ നിന്ന് തൊലിക്കട്ടിയുള്ള ടീംസ് വേറെയുണ്ട്.